ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം മെയ് 5. കൃപയും മാറ്റവും. അപ്പോൾ കാര്യം പ്രസിദ്ധമായി പോയല്ലോ എന്ന് മോശ പറഞ്ഞ് പേടിച്ചു. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 14-ാം വാക്യം. കുറ്റകൃത്യം ഞെട്ടിക്കുന്നതായിരുന്നു. അത് ചെയ്തയാളെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. തുടർന്നുള്ള വർഷങ്ങളിൽ ഏകാന്ത തടവിൽ വെച്ച് ആ മനുഷ്യനിൽ മാനസികവും ആത്മീകവുമായ രോഗശാന്തിയുടെ ഒരു പ്രക്രിയ ആരംഭിച്ചു. അത് മാനസാന്തരത്തിലേക്കും യേശുവുമായുള്ള പുനഃസ്ഥാപിതമായ ബന്ധത്തിലേക്കും നയിച്ചു. ഈ ദിവസങ്ങളിൽ മറ്റ് തടവുകാരുമായി പരിമിതമായ ആശയവിനിമയം അനുവദിച്ചിട്ടുണ്ട്. കൂടാതെ ദൈവകൃപയാൽ അവൻ്റെ സാക്ഷ്യത്താൽ ചില സഹ തടവുകാർ ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുകയും അവനിൽ പാപമോചനം കണ്ടെത്തുകയും ചെയ്തു. മോശ ഇപ്പോൾ വലിയ വിശ്വാസവീരനായി അംഗീകരിക്കപ്പെടുന്നുണ്ടെങ്കിലും ഞെട്ടിക്കുന്ന ഒരു കുറ്റകൃത്യം ചെയ്തവനായിരുന്നു. തൻ്റെ സഹോദരന്മാരിൽ ഒരു എബ്രായനെ ഒരു മിസ്രൈമ്യൻ അടിക്കുന്നത് കണ്ടു. അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ആരും ഇല്ലെന്ന് കണ്ടപ്പോൾ മിസ്രൈമ്യനെ അടിച്ചു കൊന്നു, മണലിൽ മറവു ചെയ്തു. ഈ പാപം ചെയ്തിട്ടും ദൈവം തൻ്റെ കൃപയാൽ തൻ്റെ അപൂർണ ദാസനെ ഉപേക്ഷിച്ചില്ല. പിന്നീട് തൻ്റെ ജനത്തെ അവരുടെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിപ്പാൻ അവൻ മോശയെ തെരഞ്ഞെടുത്തു. റോമർ 5-ാം അധ്യായം 14-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ആദാമിൻ്റെ ലംഘനത്തിന് തുല്യമായി പാപം ചെയ്യാത്തവരിലും മരണം ആദാം മുതൽ മോശ വരെ വാണിരുന്നു. എന്നാൽ പിൻവരുന്ന വാക്യങ്ങളിൽ പൗലോസ് പ്രസ്താവിക്കുന്നത് നമ്മുടെ മുൻകാല പാപങ്ങൾ പരിഗണിക്കാതെ തന്നെ നമുക്ക് മാറ്റം വരുത്തുവാനും അവനുമായി നിരപ്പ് പ്രാപിക്കുവാനും ദൈവകൃപ നമ്മെ സഹായിക്കുന്നു എന്നാണ്. നാം ചെയ്ത കാര്യങ്ങൾ ദൈവത്തിൻ്റെ ക്ഷമയെ അറിയുന്നതിനും ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഉപയോഗിക്കപ്പെടുന്നതിനും നമ്മെ അയോഗ്യരാക്കുന്നു എന്ന് നാം ചിന്തിച്ചേക്കാം. എന്നാൽ ദൈവത്തിൻ്റെ കൃപ നിമിത്തം യേശുവിൽ നാം രൂപാന്തരപ്പെടുകയും മറ്റുള്ളവരെ നിത്യതയിലേക്ക് നയിക്കുന്നതിന് സഹായിക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം നമ്മെ സ്വതന്ത്രരാക്കുന്നു. ചിന്തിക്കുക, ദൈവവും ദൈവത്തിൻ്റെ കൃപയും നിങ്ങളെ എങ്ങനെയാണ് മാറ്റിയത്? ദൈവത്തിന് മഹത്വം.